നേരെ ശബരിമലയിലേക്ക് പോകാം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ ശബരിമല സന്നിധാനത്ത് തിരുവോണപ്പുലരിയെ വരവേറ്റ് ഭക്തർ കൊടിമരച്ചൂട്ടിൽ അത്തപ്പൂക്കളമൊരുക്കിയും മറ്റും പ്രൗഢഗംഭീരമായാണ് സന്നിധാനത്ത് ഓണാഘോഷം. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് നൽകും. മിഥുൻ, ശബരിമലയിൽ അയ്യപ്പസ്വാമിയെ കണ്ട് തിരുവോണ ദിവസം നിർവൃതി അടയുവാനായി ആയിരക്കണക്കിന് ഭക്തരാണ് അവിടേക്ക് എത്തിയത് എന്ന് രാവിലെ തന്നെ മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു. എന്തൊക്കെയാണ് അയ്യപ്പ സന്നിധിയിലെ ഓണവിശേഷങ്ങൾ? ഗൗതം, വിശേഷ ദിവസങ്ങൾ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ ആഘോഷിക്കുക, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി നല്ല നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് ഓരോ ഭക്തരുടെയും വലിയ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ആ നിമിഷങ്ങളാണ്. ഏറ്റവും ആനുഗ്രഹ ആശംസകളോടുകൂടി ആഗ്രഹ സഫലീകരണത്തോടു കൂടി ദർശനം പൂർത്തിയാക്കി നിൽക്കുന്ന ഭക്തജനങ്ങളെയും ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും ഒക്കെയാണ് ഈ തിരുവോണ നാളിൽ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഭക്തരെല്ലാം തന്നെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ച എന്ന് തന്നെ പറയാം. അത്രയും ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകളാണ് തിരുവോണ നാളിൽ സന്നിധാനം കാണാൻ കഴിയുന്നത്. അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. കൊടിമരച്ചുവട്ടിൽ അത്തപ്പൂക്കളമുണ്ട്. 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് അത്തപ്പൂക്കളം കാണാം. അതിനപ്പുറത്ത് ബലിക്കൽപുരയോട് ചേർന്നും പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരും മറ്റും ചേർന്നാണ് ഓണാഘോഷമായി അത്തപ്പൂക്കളമൊക്കെ സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് അയ്യപ്പന്മാരും ദേവസ്വം ജീവനക്കാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഓണത്തിന് ആഘോഷവും മറ്റു കാര്യങ്ങളും ഒക്കെ സന്നിധാനത്ത് പ്രൗഢഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു. വലിയ തിരക്കില്ല സന്നിധാനത്ത്. ഇന്ന് സാവധാനം 18-ാം പടി കയറി തിരക്കൊന്നും കൂടാതെ ദർശനം നടത്തുന്നതിനുള്ള ഒരു ഭാഗ്യം ഇന്ന് എത്തിയിരിക്കുന്ന അയ്യപ്പന്മാർക്കെല്ലാം സിദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യവുമുണ്ട്. ശരാശരിക്ക് അടുത്ത തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നു. ഭക്തജനങ്ങൾക്കെല്ലാം ദർശനം സുഗമമായ തന്നെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം. ഭക്തജനങ്ങളെല്ലാം സുഗമമായ ദർശനം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ്, നിർവൃത്തിയിൽ തന്നെയാണ് ഇന്ന് മലയിറങ്ങുന്നത്. കൊടിമരച്ചുവട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. മനോഹരമായ അത്തപ്പൂക്കളം കൊടിമരച്ചുവട്ടിലുണ്ട്. 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് എത്തുമ്പോൾ പൂക്കളം കാണാം. ഒപ്പം തന്നെ കൊടിമരച്ചുവട്ടിന് സമീപത്ത് ബലിക്കൽപുരയിലേക്ക് കയറുന്ന ഭാഗത്തും അത്തപ്പൂക്കളം, നിലവിളക്ക് തെളിയിച്ച് അത്തപ്പൂക്കളമുണ്ട്. മാളികപ്പുറത്തും പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സദ്യയുണ്ട്. തിരുവോണ സദ്യ രാവിലെ 10:30 ആരംഭിക്കും. ദേവസ്വം ജീവനക്കാരുടെ വകയാണ് ഇന്നത്തെ തിരുവോണ സദ്യ. ഇന്നലെ ഉത്രാട സദ്യ മേൽശാന്തിയുടെ വകയായിരുന്നു. നാളെ പോലീസ് അയ്യപ്പന്മാരുടെ വകയായി അവിട്ടം ദിനത്തിൽ പ്രത്യേക സദ്യ ഉണ്ടാകും. ഈ സദ്യയിലേക്ക് ഇന്നെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം എന്നുള്ള കാര്യവുമുണ്ട്. സുഗമമായ ദർശനം സാധ്യമാകുന്നു. 18-ാം പടി തൊഴുത് വണങ്ങി കയറി വരിക ഭക്തജനങ്ങളുടെ ഏറ്റവും ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭക്തി നിർഭരമായ ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. 18 പടികളും തൊഴുത് വണങ്ങി കയറി വരുന്ന ഭക്തജനങ്ങളെയാണ് ഇന്ന് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. അപൂർവമായി മാത്രമേ ഇങ്ങനെയുള്ള അവസരം ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുള്ളൂ. അങ്ങനെ ഭാഗ്യം സിദ്ധിച്ച ഭക്തജനങ്ങളാണ് ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ. എല്ലാവരും തന്നെ വലിയ തിരക്കൊന്നും കൂടാതെ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന ഭക്തജനങ്ങൾ. ഒപ്പം ഓണത്തിൻ്റെ ആ ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ സദ്യയിലും തിരുവോണ സദ്യയിലും മറ്റും പങ്കെടുക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുമൊക്കെ സന്നിധാനത്ത് നിന്ന് വിശിഷ്ടമായ കാഴ്ചകളായി, ഓണത്തിൻ്റെ കാഴ്ചകളായി കാണാൻ കഴിയുന്നു. ഇപ്പോൾ ബലിക്കൽപുരയ്ക്ക് സമീപത്ത് നിന്ന് ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. അവിടെ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പൂക്കളം ഒരുക്കിയിരിക്കുന്നു. മനോഹരമായ പൂക്കളം ഒരുക്കിയിരിക്കുന്നു. നിലവിളക്ക് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ മനോഹരമായി തന്നെ ഓണത്തെ വരവേൽക്കുകയാണ് ഭക്തജനങ്ങൾ എല്ലാവരും ചേർന്ന്. ശബരിമല സന്നിധാനത്തും അനുകൂലമായ മഴയുണ്ടായിരുന്നു. പൊന്നോണ ദിവസം വലിയ ഭക്തജന തിരക്ക്. മിഥുൻ മുരളി ആണ് ശബരിമല സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.